ഹേയ് ഹലോ ഓൾ. അങ്ങനെ ഒരുപാട് കാലത്തെ കാത്തിരിപ്പിന് ശേഷം ഞങ്ങൾ ഒരു ട്രിപ്പ് പോവാണ് വയനാടേക്ക്. എൻ്റേതൊരു ബിഗ് ഫാമിലിയാണ്. അതിൽ കുറച്ച് പേരാണിപ്പോൾ ഞങ്ങൾ ടൂർ പോകുന്നത്. ഞാനും ഏട്ടനും പിന്നെ എൻ്റെ കുറച്ച് കസിൻസും എൻ്റെ 3 ആൻറ്റിമാരും മാവനും പിന്നെ ഞങ്ങളുടെ പുതിയ അളിയനും. നമ്മൾ രാവിലെ 5:30 ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. ഇപ്പോൾ ദേ ചുരം കയറിക്കൊണ്ടിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള വനങ്ങളും പിന്നെ കുറച്ച് വാനരന്മാരെയും എല്ലാം കണ്ട് ആസ്വദിച്ചുകൊണ്ട് മലയിൽ ഇങ്ങനെ മഞ്ഞ് വരുന്നത് ഞങ്ങളിങ്ങനെ ഭയങ്കര കൗതുകത്തോടെയായിട്ട് എല്ലാവരും നോക്കിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായിട്ടോ. എല്ലാ തവണയും വീട്ടിൽ ഒരുമിച്ച് കൂടുമ്പോൾ സംസാരിക്കാറുണ്ട്, ട്രിപ്പ് പോകാൻ സ്ഥലങ്ങൾ നോക്കാറുണ്ട്, പക്ഷേ നടക്കാറില്ല. ഇത്തവണയും അങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് കരുതിയത്. പക്ഷേ എന്താണെന്നറിയില്ല, ഇത്തവണ അത് സാധിച്ചു. 2 ദിവസത്തെ ട്രിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. സാറ്റർഡേ ഏർലി മോർണിംഗ് പോയിട്ട് സൺഡേ നൈറ്റ് ആകുമ്പോഴേക്കും തിരിച്ചെത്താൻ. ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം, ഞങ്ങളുടെ മീൻസ് ഞങ്ങൾ കുട്ടികളുടെ അഡ്വഞ്ചർ പാർക്കും പിന്നെ കുറച്ച് വെള്ളത്തിൽ കളിക്കാനുള്ള സ്ഥലമായിരുന്നു. ആ ഉദ്ദേശത്തിലാണ് ഞങ്ങൾ പോകാനുള്ള ഐറ്റിനറീസൊക്കെ സെറ്റാക്കി വെച്ചത്. അതനുസരിച്ച് കാര്യങ്ങൾ നടക്കുമോ ഇല്ലയോ എന്ന്. ഞങ്ങൾ മൊത്തം 13 പേരാണല്ലേ. അപ്പോൾ 2 വണ്ടികളായിട്ടാണ് ഞങ്ങൾ പോയത്. വിൻഡോ സീറ്റിലിരുന്നവർ സാറ്റിസ്ഫൈഡ് ആണ്. എന്നാൽ നടുവിലിരിക്കുന്നവരോ കാരണം എന്താ, നല്ലപോലെ വീഡിയോ എടുക്കാനും പറ്റില്ല, കാഴ്ചകൾ നല്ലപോലെ കാണാനും പറ്റില്ല. അപ്പോൾ അതാ നടുവിലിരുന്ന മൂത്ത ചേച്ചി ബുദ്ധിപരമായിട്ട് ബാക്ക് വിൻഡോയിലൂടെ KSRTCൻ്റെ വീഡിയോ എടുത്തിടണ്ടോ. അങ്ങനെ ബാക്ക് വിൻഡോയിലൂടെയും സൈഡ് വിൻഡോയിലൂടെയൊക്കെയുള്ള ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ 7th ചുരത്തിലാണെന്ന് തോന്നുന്നു. നല്ലൊരു വ്യൂ പോയിന്റ് കണ്ടപ്പോൾ അവിടെ നിർത്തി. എൻ്റെ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആയിരുന്നു കേട്ടോ, ഭയങ്കര അടിപൊളി. അവിടെ താഴെ ആ മഞ്ഞിൻ്റെയൊക്കെ നടുവിലായിട്ട് ഒരു പള്ളി കാണുന്നുണ്ട്. ലുക്സ് ലൈക്ക് താജ്മഹൽ. ഞങ്ങൾ കുറേ അത് എടുക്കാൻ വേണ്ടി ശ്രമിച്ചു. ക്യാമറയിൽ അത്ര അങ്ങോട്ട് കിട്ടിയില്ല ഗൈസ്, അല്ല ഫോണിൻ്റെ ക്യാമറയിൽ. അങ്ങനെ എന്തായാലും അവിടെ നിന്ന് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര തിരിച്ചു. ഞങ്ങൾ ഇത്ര പേരാണ് കേട്ടോ ഈ വണ്ടിയിലുള്ളത്. ബാക്കി ടീംസ് എല്ലാം ഞങ്ങളുടെ മുന്നിലോ പുറകിലോ മറ്റൊരു വണ്ടിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മൾ അങ്ങനെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലെത്തി. ലക്കിടി വ്യൂ പോയിന്റ്, ലക്കിടി ട്രൈബൽ വില്ലേജ്. അങ്ങനെ അവിടെ 9 മണിക്ക് എത്തിയിട്ട് നമ്മൾ വെയിറ്റിങ്ങിലാണ് ഗൈസ്. ജീപ്പ് 10:30 വരാമെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ കൂടെ ഒരാളോട് ജോയിൻ ചെയ്യാനുണ്ട്, അവനും വരണം. അപ്പം ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്, കട്ട വെയിറ്റിങ്ങിലാണ്. അങ്ങനെ അവിടെ നിന്ന് 11:30 ജീപ്പ് കിട്ടി എന്നൂർ ട്രൈബൽ വില്ലേജിൽ എത്തിയത്. അപ്പോൾ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ മാമൻ പറയുകയാണെങ്കിൽ വീഡിയോ എടുത്തുകൊണ്ടിരുന്ന അകത്ത് കയറാൻ പറ്റത്തില്ല. ആൻഡ് ഇറ്റ്സ് സച്ച് എ നൈസ് വ്യൂ. നമ്മൾ ഹിൽ ടോപ്പിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇദ്ദേഹത്തെയാണ് നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നത്, നമ്മുടെ സ്വന്തം കണ്ണപ്പൻ. റീൽസിലൊക്കെ കുറേ കണ്ടിട്ടുണ്ട് ഈ ട്രൈബൽ വില്ലേജ്. അപ്പോൾ അത് കാണാൻ ക്യൂരിയസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് വെയിലൊക്കെ ഉണ്ട്, പക്ഷേ ഒരു കൂളിംഗ് ആയിട്ടുള്ള കാറ്റും ഉണ്ട്. അതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ വയനാടുള്ള എന്നൂര് ഗോത്ര പൈതൃക അവിടെ കയറി ചെന്നപ്പോൾ ഫസ്റ്റ് തന്നെ കണ്ടത് കൈന്നെല്ലാം പോയ മട്ടിലിരിക്കുന്ന കൺഫ്യൂഷൻ അടിക്കുന്ന ചെങ്ങായിനെയാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് കുറച്ചുകൂടെ മുകളിലേക്ക് എത്തി തുടങ്ങിയപ്പോൾ വെയിലിന്റെ ശക്തി കുറച്ച് കൂടിയോ എന്നൊരു സംശയം ഇല്ലാതില്ല. ചിലർ വീഡിയോ എടുക്കുന്നു, ചിലർ നടന്നുകൊണ്ടേയിരിക്കുന്നു, ചിലർ ഫോട്ടോ എടുക്കുന്നു. ഇത് ഒരു നൈസ് പെയിന്റിംഗ് ആണ്. അവിടുത്തെ അവരുടെ ലൈഫ് സ്റ്റോറീസ് വെച്ചിട്ടുള്ള നൈസ്. അടുത്താണ് ട്രൈബൽ മാർക്കറ്റ്. ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. മുള, ചിരട്ട, അതിനെ കൊണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള നമ്മളെ വീട്ടിലെ ഉപകരണങ്ങളും വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളും ഷോക്കേസ്ഡ് ഐറ്റംസും പിന്നെ ഓർണമെൻറ്റ്സും അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. കുറേയൊക്കെ നോക്കി ഒന്നും വാങ്ങാതെ തിരിച്ചു പോന്നു. ഇനിയാണ് നമ്മൾ ട്രൈബൽ വില്ലേജിലേക്ക് കയറാൻ പോകുന്നത്. നമ്മൾ കയറി ഇവിടെ
ഇവിടെ എത്തിയപ്പോഴേക്കും വെയിലെല്ലാം പോയി മഴക്കാർ മൂടിയിരുന്നു കേട്ടോ. മഴ വരാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ടായിരുന്നു. എല്ലാ വീട്ടിലും ഒന്നും കയറി കാണാൻ പറ്റിയില്ല. ഏകദേശം എല്ലാം സിമിലറായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഡല്ല സിമെൻറ്റ് വെച്ചിട്ട് തന്നെ അവരുണ്ടാക്കി. അവിടുത്തെ കോടയൊക്കെ ആസ്വദിച്ച് 2 പിക്കൊക്കെ എടുത്ത് അവിടെ നേരെ സ്ഥലം വിട്ടു പൂക്കോട് ലേക്കിലേക്ക്. അവിടെ എത്തിയപ്പോഴേക്കും എല്ലാവരുടെയും ഫോണെല്ലാം ഡെഡായിരുന്നു. അങ്ങനെ ക്യാമറയിൽ കുറച്ച് പിക്കൊക്കെ ഫോൺ ഓഫായ കാരണം വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. അവിടെ നിന്ന് പിന്നെ ഞങ്ങൾ നേരെ സ്റ്റേ ചെയ്യുന്നിടത്തേക്കാണ് പോയത്. അന്ന് രാത്രി ഗ്രില്ലൊക്കെ അടിച്ച് സെറ്റാക്കി. അടുത്ത ദിവസത്തെ വിശേഷം അടുത്ത വീഡിയോയിലോട്ട് വരാം.